ഹായ്, നമസ്കാരം. കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ ഇന്നത്തെ കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഭാസ്കരൻ നമ്മുടെ നിധിയെയും സുധീഷിനെയും റൂമിലാക്കി പുറത്തോട്ട് പോകുന്നതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ നിധി ഇങ്ങനെ വിഷമിക്കുകയാണ്. എന്ത് ചെയ്യാനാണെന്ന് എഴുതി. അപ്പോൾ കിട്ടിയ അവസരം എന്ന രീതിയിൽ നമ്മുടെ സുധീഷ് റൂമിനകത്തൊക്കെയും പായക്കിട്ടാൻ കിടന്നു. ഭാസ്കരൻ പോയതിൻ്റെ പുറകെ തന്നെ നമ്മുടെ സുഭാഷ് ചെന്ന് ഡോറിൽ തട്ടി വിളിക്കുന്നു. നിധി എന്ന് ഡോറ് തുറന്നതിന് ശേഷം നമ്മുടെ സുഭാഷ് ചേട്ടൻ പറയും, നീ എന്ത് കാണാൻ നിൽക്കുക, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയും. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നീ ഇറങ്ങി വരാൻ പറയും. അങ്ങനെ പെട്ടെന്ന് നിധി ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ്. താങ്ക് യു സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞ് നമ്മുടെ നിധി വാതിലടച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോഴത്തേക്ക് ഹാളിലോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഹരീഷ് എഴുന്നേറ്റ് ചോദിക്കും, ചേട്ടൻ എന്തിനാണ് പോയി ഇയാളെ വിളിച്ചുകൊണ്ട് വന്നത്? ഇയാളുടെ കല്യാണം കഴിഞ്ഞേ ഇല്ലേ, പിന്നെ എന്തിനാണ് ഇയാൾ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കും. എടാ അത് അവൻ തൽക്കാലം ഇവിടെ കിടക്കട്ടെ, അച്ഛൻ വല്ലപ്പോഴും നല്ലൊരു കാര്യം പറയത്തുള്ളൂ, അത് സത്യമില്ലേ? വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്, പിന്നെ ഇയാൾ എന്തിനാ ഇപ്പോഴും ഇവിടെ വന്ന് കിടക്കുന്നത്? എടാ അത് അവൻ പറഞ്ഞില്ലേ, വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തതില്ലേ, ചേട്ടൻ്റെ കല്യാണത്തിന് ശേഷം അവനൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന്, പിന്നെന്തിനാ അവൻ അവിടെ പോയി കിടക്കുന്നത് എന്ന് പറയും. എന്നാലത് ശരിയല്ല സുഭാഷ് ചേട്ടാ, ഇത് ന്യായമായ നടപടിയല്ല എന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. എടാ നിന്നോട് കിടന്നുറങ്ങാനല്ലേ പറഞ്ഞതെന്ന് നമ്മുടെ സുഭാഷ് ചേട്ടൻ ഹരിയോട് ദേഷ്യപ്പെടും. അപ്പം കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഹരിക്ക് അങ്ങനെ പെട്ടെന്ന് സുഭാഷ് ചേട്ടനോട് ദേഷ്യം തോന്നും, ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ഭാസ്കരൻ്റെ ഒരു സുഹൃത്ത് അങ്ങോട്ട് വരികയാണ്. ഭാസ്കര ചേട്ടാ ഞാൻ പറയുന്നതൊന്നും അവൾ കേൾക്കുന്നില്ല, അവൾക്ക് അവളുടെ തീരുമാനമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ നിധി അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം ഇവർ തമ്മിൽ സംസാരിക്കുമ്പം എന്തോ ഒരു വല്ലാത്തത് നിധിക്ക് തോന്നും. അപ്പോൾ അവൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവളുടെ വഴിക്ക് പോട്ടെന്നൊക്കെ സുധി ഇങ്ങനെ നമ്മുടെ ഭാസ്കരൻ പറയുന്നതാണ് നിധി കേൾക്കൊണ്ട് വരുന്നത്. അപ്പം നിധി പറയും, നിധി മനസ്സിലിങ്ങനെ ഓർക്കും, നികേഷിന് പറഞ്ഞ് ഞാൻ അമ്മയെ കൊന്നിട്ട് അച്ഛൻ ജയിലിൽ പോയ കാര്യമൊക്കെ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ നിധിക്കൊരു പേടി വരും. നിധി പെട്ടെന്ന് അകത്തോട്ട് കയറി പോകും. ഉടനെ പറയും, എടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ നീ അവളെ പോയി തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് നമ്മുടെ ഭാസ്കരൻ്റെ സുഹൃത്തിനോട് ഭാസ്കരൻ പറയുകയാണ്. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് സുധീഷ്, രാവിലെ എഴുന്നേറ്റ് സുഭാഷ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അനിയന്മാരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരീഷിനെ കാണുമ്പം സുഭാഷ് ചേട്ടൻ പറയും, എടാ നിൻ്റെ ചായ എടുത്ത് വെച്ചേക്കുന്നു, ചായ കുടിച്ചിട്ട് പോകാൻ പറയും. അപ്പം നമ്മുടെ ഹരീഷ് ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ പോവുകയാണ്. ചോദിക്കും, എന്താടാ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, എന്താടാ കാര്യം പറയാൻ പറയും. അപ്പോൾ ചോദിക്കും, അപ്പോൾ നമ്മുടെ ഹരീഷ് സുഭാഷ് ചേട്ടനോട് ചോദിക്കുകയാണ്, എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക സുഭാഷ് ചേട്ടാ, സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞത് സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കും. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ രണ്ടാളും ഒരുമിച്ച് കിടക്കാൻ പോയപ്പം സുഭാഷ് ചേട്ടൻ എന്തിനാ തടഞ്ഞതെന്ന് ചോദിക്കും. ഞാൻ തടയുകയോ? എടാ ഞാനത് അങ്ങനല്ല അത് ചെയ്തത്. അത് ശരിക്കും വേണ്ട സുഭാഷ് ചേട്ടാ, ഒന്നും പറയണ്ട. സുഭാഷ് ചേട്ടൻ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ തൻ്റെ അനിയന്മാർക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് നാട്ടുകാരോട് മുഴുവൻ. എന്നിട്ടിപ്പോൾ അനിയന് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നു. എന്താണ് മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടാണോ സുധീഷ് ചേട്ടനൊരു കുടുംബജീവിതം നയിക്കുന്നത് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കും. ഇതൊന്നും ശരിയല്ല സുഭാഷ് ചേട്ടാന്ന് പറയും. എടാ മോനെ അങ്ങനെയല്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ഹരീഷിനത് മനസ്സിലാകത്തില്ല. ഹരീഷ് അങ്ങ് പോവുകയാണ്. സുഭാഷിന് ഭയങ്കര വിഷമം വരും. കാരണം സത്യമൊന്നും നമ്മുടെ ഹരീഷിനോട് പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ സുധീഷും സുഭാഷോട് എപ്പോഴും വഴക്കാം. അപ്പോൾ ഇതും കൂടി പറഞ്ഞാൽ വലിയ ലഹളയാവും. അതുകൊണ്ടൊന്നും പറയാതെ ഇങ്ങനെ കുറ്റങ്ങളെല്ലാം സ്വയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നികേഷ് നമ്മുടെ നിധിയെയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് വരികയാണ്. കാരണം നികേഷിനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നുള്ള കാര്യം നിധിയെടുത്ത് പറയുന്നുണ്ട്. ആ കുട്ടിയെ കാണാനെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കോളേജിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സിനോടെല്ലാം ഏട്ടത്തി എന്ന് പറഞ്ഞ് നിധിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ നിധി എന്തിനാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്? വേണം ഏട്ടത്തി, കാരണം എൻ്റെ വീട്ടിൽ സ്ത്രീകൾ വാഴത്തില്ലെന്ന് ഒരു പറച്ചിലുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം നടന്നു വരും. എടാ നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ ഇവിടെ കൊണ്ടുവന്നത്, ആ പെൺകുട്ടിയെ നീ കാണിച്ചു തരുമോ? ഇപ്പോൾ കാണിച്ചാൽ ഏട്ടത്തി അവൾ ഇപ്പോൾ വരുമെന്ന് പറയും. അപ്പോൾ ഒരു പെൺകുട്ടി കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ വരികയാണ്. കുട്ടിയെ കണ്ടതും ഇതിക്ക് ഇഷ്ടപ്പെടും. കൊള്ളാം, നല്ല ഭംഗിയുള്ള കുട്ടിയെന്ന് പറയും. അപ്പം ഇവളെയാണോ നിനക്കിഷ്ടം? പക്ഷേ നികേഷിനെ കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. എന്താടാ ഇത്, നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിന്നെ മൈൻഡ് ചെയ്യാതെ അവൾ പോവുകയാണല്ലോ. അതാ ഏട്ടത്തി ഞാനും ആലോചിക്കുന്നത്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല.
അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നികേഷിനെ ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. ഏട്ടത്തി ഇതാ അവൾ നോക്കി. ആ നോക്കി, ശരി ആയിക്കോട്ടെ എന്ന് പറയും. അല്ല അവൾ എന്തിനാണ് പഠിക്കുന്നത്? അവൾ BA ഇംഗ്ലീഷ് ഏട്ടത്തി, ഞാൻ BCom അല്ലേ. ഇനിയിപ്പോൾ എന്താ പരിപാടി? അത് അവൾ എക്സാം എഴുതാൻ പോവും, ഞാൻ ഏട്ടത്തിയുടെ കൂടെ വരുമെന്ന് പറയും. ഇന്നിപ്പോൾ കോളേജില്ലല്ലോ, ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കാമെന്ന് പറയും. അപ്പോൾ ചോദിക്കുക, അതേ നിനക്ക് ഇത് എക്സാം കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകണമെന്നല്ലേ ആഗ്രഹം? പുറത്തോട്ടോ? വിദേശത്ത് പോയി നിനക്ക് മാസ്റ്റർ ഡിഗ്രിയൊക്കെ ചെയ്യണമെന്നാണ് നിൻ്റെ ചേട്ടൻ പറഞ്ഞത്. സുധീഷേട്ടനല്ലേ പറഞ്ഞത്? അതെ. എൻ്റെ ഏട്ടത്തി, ഇപ്പം തന്നെ എനിക്ക് സപ്ലിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. നിനക്ക് സപ്ലി ഉണ്ടോ? എന്തിനാണ് അപ്പം നീ കോളേജിൽ വരുന്ന? പഠിക്കാനല്ലേ? ഇന്നത്തെ കാലത്ത് സപ്ലി ഒന്നും ഇല്ലാത്ത ചെക്കന്മാരുണ്ടോ ഏട്ടത്തി എന്ന് പറയും. അപ്പം നിധി ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കും. ശരിയെന്ന് പറയും. അതേ അപ്പം നിനക്ക് വിദേശത്ത് പോകാൻ താല്പര്യമില്ല? ഇല്ല ഏട്ടത്തി, വീട് വിട്ട് പോകാൻ താല്പര്യമില്ല. പിന്നല്ലേ വിദേശത്തോട്ട്. ഹരീഷ് ഏത് കോളേജിലൊക്കെ പഠിച്ചത്? ഹരീഷിന് എന്താ ജോലി എന്നൊക്കെ പറയും. ഹരീഷ് ഏട്ടൻ എന്ത് ജോലിയാണെന്നാണ് ഏട്ടത്തിയോട് സുധീഷേട്ടൻ പറഞ്ഞേക്കുന്നത്? അല്ല അത് എനിക്ക് ഏട്ടത്തി പറഞ്ഞു, നമുക്ക് നേരിട്ട് തന്നെ ഹരീഷ് ഏട്ടൻ്റെ ജോലി കണ്ടുപിടിക്കാമെന്ന് പറയും. അല്ല അത് പിന്നെ കുഴപ്പമില്ല ഏട്ടത്തി, വാന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോവുക. അപ്പം അതിന് ഇടയ്ക്ക് നമ്മുടെ നികേഷ് തോമസ് ഏട്ടനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ തോമസ് ഏട്ടനെ കണ്ടോ, എന്താടാ നീ വന്നത്? അപ്പോൾ തോമസ് ഏട്ടാ എന്നോട് ദേഷ്യപ്പെടല്ലേ, എനിക്കൊരു കാര്യം സംസാരിക്കണം. നിൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട, ഒരു 5 മിനിറ്റ് മതി. തോമസ് ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ നിനക്ക് പറയാനുള്ളത്? തോമസ് ഏട്ടൻ്റെ മോന് ആക്സിഡൻ്റ് ആയപ്പോൾ ഞാനില്ലേ 3 കുപ്പി ബ്ലഡ് തന്നത്. എന്നിട്ട് എന്തിനാ തോമസ് ഏട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അന്ന് തോമസ് ഏട്ടൻ പറഞ്ഞതില്ലേ ഞാനൊരു അനിയനെ പോലാന്ന്. അതേടാ, അത് അങ്ങനെ കരുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് എൻ്റെ ട്രാവൽസ് ജോലി തന്നത്. എന്നിട്ട് ജോലി തന്നവർക്കിട്ട് തന്നെ നീ പാര വെച്ചല്ലോ എന്ന് പറയും. ചേട്ടാ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവിടെ ഞാനൊരു കാർ ഡ്രൈവറായിട്ട് മാത്രമാണ് പോയത്. പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അവൾക്ക് നിശ്ചയിച്ച വിവാഹം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ എൻ്റെ കൂടെ വന്നു. ഞാൻ അവളെ പൊന്നു പോലെയല്ലേ ചേട്ടാ നോക്കുന്നത്. നീ ഒന്നും പറയണം, നിനക്കിവിടെ ജോലിയില്ല. എന്താ തോമസ് ഏട്ടൻ അങ്ങനെ പറയുന്നത്? തോമസ് ഏട്ടനും സ്നേഹിച്ച് വിവാഹം കഴിച്ചതില്ലേ? തോമസ് ഏട്ടൻ്റെ ഭാര്യ തോമസ് ഏട്ടൻ പൊന്നുപോലെ നോക്കുന്നത്. നീ സെൻറ്റി അടിച്ചൊന്നും കാര്യം നേടാമെന്ന് കരുതണ്ട, നിനക്കിവിടെ ജോലിയില്ല. എന്താ തോമസ് ഏട്ടാ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അവളെ എനിക്ക് പൊന്നുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ ജോലിയില്ലാതെ പറ്റുമോ? അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് കുപ്പിയിലാക്കാൻ നമ്മുടെ സുധീഷിന് പൊതുവേ ഒരു കഴിവുണ്ട്. തോമസ് ഏട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നാളെ രാവിലെ വന്ന് കാർ എടുക്കും, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ ഞാൻ വരുവേ. എടാ അത് ഞാൻ നോക്കട്ടെ എന്നല്ല, ഞാൻ വരുമെന്ന് പറഞ്ഞ് അങ്ങ് നമ്മുടെ സുധീഷ് അങ്ങ് പോവുകയാണ്. തോമസ് ചേട്ടൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് കയറി അങ്ങ് പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ നികേഷും നിധിയും കൂടി വരുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് ചോദിക്കും, ഇതെന്താ പറയാതെ ഇവർ രണ്ടുപേരും കൂടി വന്ന്? വായേട്ടത്തി എന്ന് പറയും. നീ എന്താടാ പറയാതെ ഏട്ടത്തെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നികേഷിനോട് ഹരീഷ് ചോദിക്കുകയാണ്. ഏട്ടത്തി വരണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് ചന്തു ഒരു ചെയറിട്ട് കൊടുക്കാനും, ചെയറൊക്കെ തുടച്ച് വൃത്തിയാക്കി ചെയറൊക്കെ ഇട്ട് കൊടുക്കും. നീ കടയിൽ പോയി ഒരു ജ്യൂസും സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ടാൽ പറയും. വേണ്ട ഹരീഷ്, ഒന്നും വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഏട്ടത്തി ഇരിക്കാൻ പറയും. അപ്പോഴത്തേക്ക് പറയും, ഏട്ടത്തി എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് സുധീഷേട്ടൻ പറഞ്ഞു തന്നേക്കെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ സ്വന്തം വർക്ക്ഷോപ്പൊന്നും അല്ല ഏട്ടത്തി, ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിധി ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ അവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പം ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.